ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഓംപുരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ മിസ്ഫിറ്റ് ആണ് എന്നുള്ളതാണ്. താങ്കൾ ഡൽഹിയിൽ അണ്ണാ ഹസാരെ രാംലീല മൈതാനത്തിൽ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് താങ്കൾ അവിടെ വെച്ച് വളരെ നന്നായിട്ട് സംസാരിച്ചു. അതുപോലെ ഉന്നതരായ നേതാക്കന്മാരെ താങ്കൾ വിദ്യാഭ്യാസമില്ലാത്തവർ, ഉത്തരവാദിത്തമില്ലാത്തവർ, വിഡ്ഢികൾ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ അവസാനം പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങള് വേണ്ടതാ ഓർമ്മയുണ്ടോ ഇല്ലെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ, നേതാക്കന്മാർ വിഡ്ഢികളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത്ര വലിയ വലിയ സ്കാംസ് ഒക്കെ വിഡ്ഢികൾക്ക് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിയുള്ളവനെ അതിനൊക്കെ കഴിയൂ. ബുദ്ധിയുള്ളവർക്കേ കഴിയൂ. പക്ഷേ അന്ന് താങ്കൾ സ്റ്റേജിൽ വെച്ച് ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് പറയൂ. പാർലമെന്റ് മെമ്പേഴ്സൊക്കെ താങ്കളോട് ശരിക്കും ദേഷ്യപ്പെട്ടിരുന്നു. അത് വളരെ ദേഷ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ശരത് യാദവും പിന്നെ ലാലുജിയും. ചില വ്യക്തികൾ ഇങ്ങനെയും പറഞ്ഞിരുന്നു, ഓംപുരി മദ്യപിച്ചിട്ടാണ് വന്നിരുന്നതെന്ന്. ഓഹോ, അപ്പോ ആരെങ്കിലും ഒന്ന് മണത്ത് നോക്കിയിരുന്നു? അവിടെ ഞാൻ ഒറ്റക്കായിരുന്നില്ല. അല്ല, അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു MBA വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ വിഡ്ഢി എന്നൊക്കെ പറയണമെങ്കിൽ അയാൾ തീർച്ചയായും മദ്യപാനി ആയിരിക്കുമെന്ന്. അതെയോ? എങ്ങനെ വേണമെങ്കിലും പറയാം. പാല് കുടിച്ചോണ്ടും പറയാം. അതെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് രണ്ട് വാക്കുകൾ വലുതാക്കിയോ അതിന്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടേയില്ല. എന്റെ വായിൽ നിന്നും ഒരു തെറ്റായ വാർത്ത വന്നു. അതായത് സത്യമാണെന്ന് ഇന്നും പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? അതെ, തീർച്ചയായും. പക്ഷെ ഞാൻ അന്ന് രണ്ട് വാക്കുകൾ വിട്ടു. ആ രണ്ട് വാക്കുകളും ഞാൻ ഇപ്പോൾ പറയാം. ഞാൻ പറഞ്ഞതൊക്കെ ശരിക്കും സത്യമല്ലേ? കസാരകൾ എടുത്തിട്ട് പൊട്ടിച്ചു ലക്നോയിൽ. മൈക്ക് വലിച്ചെറിഞ്ഞത് ബാംഗ്ലൂരിൽ വെച്ച്. പോലീസിനെ അകത്തോട്ട് വിളിക്കേണ്ടി വന്നു. കാരണം ചില MPസിന് ചോര വരാൻ തുടങ്ങി. ചില ആളുകൾ എലിയെ പോലെ ബെഞ്ചിനടിയിൽ ഒളിച്ചു. അങ്ങനെയുള്ള എന്താപത്താണ് സംഭവിച്ചത്? ഈ അടുത്ത കാലത്ത് പഞ്ചാബിൽ വളരെ മോശമായ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോഴും അത് യൂട്യൂബിലുണ്ട്. എല്ലാവരും കാണൂ. എല്ലാവരും കണ്ടു കാണും. താങ്കൾ അവരെ ഒരിക്കലും നന്നാത്ത വ്യക്തികളെന്ന് പറഞ്ഞു. പ്രശ്നം അവിടെയാണ് തുടങ്ങിയത്. സർ, നന്നാവാത്തവരെന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നു എന്നല്ല അർത്ഥം. വീട്ടിൽ പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്താ നീ ഒന്നും നന്നാവില്ലടാന്ന് പറയും, അല്ലേ? പക്ഷെ പഠിക്കാത്തവർ എന്ന് പറഞ്ഞതും തെറ്റായ കാര്യമല്ലല്ലോ. അപ്പൊ എന്തിനാണ് താങ്കൾ ക്ഷമ ചോദിച്ചത്? ഞാൻ അവരോട് ക്ഷമ ഒരു സ്റ്റൈലിന് വേണ്ടിയാ ചോദിച്ചത്. എന്റെ 15 വയസ്സുള്ള മകൻ കരയാൻ തുടങ്ങി. അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ നിങ്ങളെ ജയിലിലേക്ക് അയക്കൊന്നു? അല്ല, ജയിലിലേക്കൊന്നും അയക്കില്ല, അവിടെ വലിയ ആളുകളുമായി ക്രൈം ചെയ്യും, എന്നിട്ട് കാശ് കൊടുത്ത് പുറത്തേക്ക് വരുമെന്ന്. ഞാൻ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയത്. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനേക്കാളും വലിയൊരു വാക്കാ പറയാൻ പോകുന്നത്. ഇന്ന് താങ്കൾക്ക് അതിനുള്ള സന്ദർഭം കിട്ടിയിരിക്കുകയാണ്, ജനങ്ങളോട് പറയുക. ഓക്കെ, ഞാനിത് ഒരു 2 ചെറിയ വാക്കുകളാണ് പറഞ്ഞത്. താങ്കൾ ഇന്ന് അതിനേക്കാളും വലിയ വാക്കുകൾ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ ഇവിടെയുണ്ട്. അല്ല, അതിന്റെ ഭാഷ വേറെ മാതിരിയായിരിക്കും. അതിന്റെ ഭാഷ എങ്ങനെയായിരിക്കുമെന്ന് വെച്ചാൽ, ഇദ്ദേഹം ചെയ്യുന്നതൊന്നും ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. അവരെന്താണോ ചെയ്യുന്നത് അത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല. ചില സമയത്ത് എവിടെങ്കിലും ഒരു അഴിമതി നടക്കും, മറ്റൊരു സ്ഥലത്ത് കൽക്കരി കൊള്ളയടിക്കും. ചില സമയത്ത് അവർ ക്രിക്കറ്റ് ബാറ്റ് ഭക്ഷിക്കും. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ റെയിൽവേസിലും അഴിമതി നടന്നിരിക്കുകയാണ്. റെയിൽവേ പോസ്റ്റിംഗ്, പിന്നെ ഹരിയാനയിൽ പോലും സർ. ടീച്ചേഴ്സിന്റെ പോസ്റ്റിംഗിലും. അതെ, ടീച്ചേഴ്സിന്റെ പോസ്റ്റിംഗിൽ. ഇത് എന്നെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ നാട്ടിൽ ഗുരു നാനക്, കബീർ, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഗാന്ധിജി, നെഹ്റുജി, പട്ടേൽ സാബ്, ഇവരെല്ലാവരും നമ്മുടെ രാജ്യത്താണ് ജനിച്ചിരിക്കുന്നത്.